ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. റവ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 1.5 കപ്പ് റവ. ഇത് ചെറുതായി റോസ്റ്റ് ചെയ്ത റവയാണ്. അത് നമുക്കൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു നാരങ്ങയുടെ അരനാരങ്ങ നീരെടുക്കാൻ, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഉപ്പ്, നെയ്യ്, ഓയിൽ, ആവശ്യത്തിന് വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിനായി ആദ്യമേ ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നേരത്തെ ഫ്രൈ ചെയ്ത റവ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടിൽ ഇളക്കിയാൽ മതി. റവയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് റവ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കുക. പാത്രം ചൂടായാൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടാകട്ടെ. ഓയിൽ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, എന്നിവ ചേർത്ത് ഇളക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, ഇഞ്ചി ചേർത്തത്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ നന്നായി. ചെറിയ സിമ്മിലാക്കി വഴറ്റുക. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് അളന്ന് വെച്ചിരിക്കാം. റവ എത്ര ഗ്ലാസ്സിന് അളന്നോ അതിൻ്റെ ഇരട്ടി 3 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം. സിമ്മ് കൂട്ടി ഇട്ട് തിളപ്പിക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഉപ്പുമാവാണ്. ഉപ്പുമാവ് എല്ലാവരും പല രീതിയിലും ഉണ്ടാക്കും. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനൊരു
സിമ്പിൾ റെസിപ്പിയാണ്. ഒന്ന് തിളക്കട്ടെ. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം റവ കുറേശ്ശെ ഇടാം. ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. റവയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/2 നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. ചെറിയ നാരങ്ങ. റവയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെറിയ സിമ്മിലാക്കി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കി. ഉപ്പുമാവൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒന്നും കട്ട പിടിക്കാതൊക്കെ. ഈ സമയം ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറാം. ഒന്ന് തണുക്കുന്നവരെ നമുക്കത് അടച്ച് വെച്ച് അതിനുശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യും. വളരെ സിമ്പിളായ റവ ഉപ്പുമാവ് റെഡി. എല്ലാം ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം, സെർവ് ചെയ്യാം. സിമ്പിളായ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഉപ്പുമാവ് റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.